ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ പോകുന്ന വെച്ചാൽ 2 ബാഗിൽ പിന്നെ ഇഞ്ചി നടാനാണ് പോകുന്നത്. ഇഞ്ചി വേണ്ട 4 കഷ്ണം ഇഞ്ചി ഉണ്ട്. ഇത് വേണ്ട, ഇത് വലിയ വേഗമാണ്. അതുകൊണ്ട് ഈ 2 നടാനാണ് പോകുന്നത്. ഇതിപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം നറക്കുന്നത് വെച്ചാൽ, ഞാൻ ഇതിൽ നറക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ പായൽപ്പൊടി മേലെ ബാർപ്പിൻ്റെ മേലുള്ള പായൽപ്പൊടി ഇട്ടിട്ടാണ് ഇതിപ്പം നടുന്നത്. പായൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല വളവും കൂടിയാണ്. അതുകൊണ്ട് ഇതാണ് ഞാനിപ്പം വാരിയിട്ടിട്ട് നടാൻ പോകുന്നത്. കണ്ട പായൽപ്പൊടി കണ്ടില്ലേ? കണ്ട അതിൽ കരിയിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ പായൽപ്പൊടിയാണ് കാര്യമായിട്ടുള്ളത്. ആ പൊടിയുണ്ട്. കണ്ട ഈ പൊടിയിൽ ആണ് ഞാനിപ്പം നറക്കാൻ പോകുന്നു. കണ്ട ആദ്യം കരിയില പായൽപ്പൊടി ഇട്ടു. പായൽപ്പൊടി വാരി ഇട്ടിട്ട് ഇതിങ്ങനെ ആക്കി ഇട്ടു. അതെന്ന് വെച്ചാൽ അടിയിൽ വെള്ളം നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ഇടുന്നത്. കരിയിലും പായൽപ്പൊടി അടക്കം ഇട്ടാൽ അധികം അങ്ങനെ വെള്ളം കെട്ടി നിൽക്കൂല. ഇതിൻ്റെ മേലെ ഇത് മുറ്റത്തെ കാട് വയക്കിയിട്ടതാണ്. മുറ്റത്തെ പുല്ല് പറിച്ചിട്ടതാണ്. ഇത് ഈ മൊത്തങ്ങേൻ്റെ പുല്ലെല്ലാം ഉണ്ട്. മൊത്തങ്ങേൻ്റെ പുല്ല് എന്ന് പറഞ്ഞാൽ നല്ല വളമാണ്. അതിൻ്റെ കായ് എല്ലാം മരുന്നാ. അതിൻ്റെ കിഴങ്ങ് മരുന്നാണ്. വലിയ വില പിടിച്ച സാധനമാണിത്. അതിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ പിന്നെ അതിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നത്. എന്താ വെച്ചാൽ പച്ചക്കറിക്ക് ഇട്ട് കൊടുത്താൽ അത് നമുക്ക് നല്ലൊരു പച്ചക്കറി ആയിട്ട് കിട്ടും. ഇനിയിപ്പം നെയ്യിലിടുന്നതെന്ന് വെച്ചാൽ പിന്നെ ഈ സീമക്കൊന്നേൻ്റെ ചപ്പ് കണ്ടില്ലേ? ഈ സീമക്കൊന്നേൻ്റെ ചപ്പ് നല്ല പച്ചച്ചാണകത്തിന് തുല്യമാണ്. നല്ല വളമാണ്. ഇത് എല്ലാ ഇനും പച്ചച്ചാണകം ഈ സീമക്കൊന്നേൻ്റെ അതാണ് നല്ലൊരു മരുന്നും കൂടിയാണ്. ഇതിൻ്റെ അകത്ത് പ്രാണികളോ അതെല്ലാം കുറഞ്ഞു കിട്ടും. ഇപ്പം കണ്ടില്ലേ? ഇനി എന്നാ ഇപ്പോൾ ഇടുന്നു വെച്ചാൽ ഇനിയിപ്പോൾ ഈ പോട്ടി മിശ്രിതം വാരിയിടുക. ഇതും കൂടി വാരിയിട്ട് നിങ്ങളെ കാണിച്ചു തരാമല്ലേ? കണ്ടാ നല്ല പോട്ടി മിശ്രിതമാണ്. നല്ല ചപ്പും എല്ലാം കൂടി ആക്കിയിട്ട് കമ്പോസ്റ്റ് വളം എടുക്കാം. കണ്ട കമ്പോസ്റ്റ് വളം കണ്ടില്ലേ? ഇതിൻ്റെ ഈ വളർക്കുള്ള പോട്ടി മിശ്രിതം ആക്കിയതാണ്. നല്ല വള കമ്പോസ്റ്റ് വളം ഇട്ടിട്ട് നല്ലപോലെ വളം ഇട്ടിന്. അതിന് വേണ്ടിയിട്ടാണ് ഇത് നല്ലപോലെ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ലോണം വളം ഇട്ടിട്ട് തന്നെ ഞാൻ പണിയെടുക്കുന്നത്. ഉണ്ടല്ലേ? ഇതുപോലെ മറച്ചിട്ടാകുമ്പോൾ ഇത് ലേശം ഇങ്ങനെ മടക്കി വെക്കുക. ഇങ്ങനെ കുറച്ച് മടക്കി വെച്ചാൽ കാണാൻ തന്നെ ഒരു ഇതുണ്ടാവും. ഉണ്ടല്ലേ? ഇതേപോലെ ഇതിലിട്ടിട്ട് കുത്തി നറക്കണം. നല്ലപോലെ നറക്കണം. എന്തായാലും ഇത് അമിയും. കുറച്ച് കഴിയുമ്പോഴേക്ക് ഇത് കുറച്ച് താണ് വരും. എന്നാൽ ഇപ്പം അത് കണക്കായിട്ട് നമ്മൾ ഇടുക. ഉണ്ടല്ലേ? ഇതേപോലെ ഇട്ടു. ഇനിയിപ്പം ഇതിൽ 2 പിന്നെ ഇതാണ് നടാൻ പോകുന്നത്. 2 മുള വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണം 2 സൈഡിലായിട്ട് നട്ടു കൊടുക്കുക. അധികം താത്ത് വെക്കണ്ട. അതിന് അധികം മേലോട്ടേ വെക്കണ്ട. ഇത് അധികം താക്കാൻ പാടില്ല. മേലെ തന്നെ ചെറുങ്ങനെ മണ്ണ് മുങ്ങ മാത്രമേ വേണ്ടൂ. കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് നട്ടു ഞാൻ. കണ്ട ഇനിയിപ്പം ഒന്നും കൂടി നടാനുണ്ട്. ഇതും കൂടി ഒന്ന് നട്ടേ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിത് തേച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടു. നടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നിങ്ങൾ നട്ടാൽ ഞാൻ കഴിഞ്ഞാൽ ഇഞ്ചി നട്ടിട്ട് നല്ല വിളവെടുപ്പാണ് കിട്ടി. നല്ല അടിപൊളി വിളവെടുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇതെന്നെയും കാണിച്ചു തരുന്നത്. ഇതേപോലെ തന്നെ ഇത് കണ്ടില്ലേ? ഇതിലെല്ലാം ഉണ്ട്. ഇതിൽ ഭക്ഷണ ചീരേൻ്റെ അടക്കം ഉണ്ട്. കണ്ടില്ലേ? അതെല്ലാം നല്ല വളമാണ്. ഞാനിവിടെ എല്ലാം വളത്തിന് വേണ്ടിയിട്ട് എല്ലാം വളർത്തി വെക്കുക. വളം ആവാൻ വേണ്ടിയിട്ട് എല്ലാ സാധനവും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ വളർത്തുന്നുണ്ട്. എനിക്ക് തോലും വളവും ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. കണ്ട ഇതെനിയിപ്പോൾ ഈ സീമക്കൊന്നയും കൂടി വാരിയിടട്ടെ. ഉണ്ടല്ലേ? ഇതേപോലെ സീമക്കൊന്നയും വാരിയിട്ട് ഉണക്കച്ചപ്പ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തോലും വളമെല്ലാം വെച്ച് കൊടുക്കണം. എന്നാലേ നല്ലോണം നന്നാവില്ല.
ഉണ്ടില്ലേ? ഒന്നും ഒരു വായ്പോയി, ഒന്നും അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയി, ഒരു ഭിത്തിൻ്റെ അകത്തായിപ്പോയി. അവിടെ വെക്കട്ടെ. ഇനിയിപ്പോൾ ഇത് കൂടി വാരിയിടട്ടെ. ഉണ്ടല്ലേ? ഇത് നല്ല വളമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആ വളത്തിൻ്റെ വളവും പോട്ടി മിക്സ് ഇതാക്കി വെച്ചതാണ് ഇത്. അതിൽ നല്ലപോലെ ഞാൻ അത്ര പോലെ തന്നെ പോട്ടി മിക്സിന് അത്ര തന്നെ കാലി വളവും കമ്പോസ്റ്റ് വളവും കൂടി ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നല്ലപോലെ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ആദ്യം പൊടിച്ച് വരുമ്പം തന്നെ നല്ല പൊടിക്കോടെ വന്നിട്ടുണ്ടെങ്കിൽ, ശക്തിയോടെ വരണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ വളം വേണം. ആ വളത്തിന് പൊടിച്ച് വരുമ്പം തന്നെ ശക്തി കുറവാണെങ്കിൽ അത് നന്നാവില്ല, അതിൽ വിളവ് കിട്ടൂല, കുറയും. അതിനാണ് ആദ്യം തന്നെ നല്ലപോലെ വളമിട്ട് കൊടുക്കുന്നത്. ആദ്യം നല്ലപോലെ വളമിട്ട് കൊടുത്താൽ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ നല്ല വളമായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാ ഞാൻ ഇപ്പം ഇതിവിടെ നടട്ടെ. ഒന്നിൻ്റെ നടുക്കായിപ്പോയി. ഇതാ കണ്ടോ, കണ്ടില്ലേ? ഇതും കൂടിയ നട്ടു കൊടുത്തു. നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം 4 എണ്ണം ഞാനിപ്പോൾ ഇവിടെ നട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. 4 എണ്ണം ഇപ്പം നട്ടിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇഞ്ചി നടുന്ന കണ്ടല്ലോ. ഈ 4 എണ്ണത്തിൽ ഞാനിപ്പം നട്ടു വെച്ചു. കണ്ട, ഇതുപോലെ നട്ടു വെച്ചു. കണ്ടില്ലേ? ഇതാ ഇതുപോലെ നട്ടു വെച്ചു. ഇനി ഇതിപ്പം നല്ല ഉഷാറായിട്ട് വളർന്നോളും. ഇനി കുറച്ച് വേലുള്ളെടുത്ത് മാറ്റി വെക്കണം. ഇനിയിപ്പോൾ വെള്ളം നനക്കണം, അത്രേ വേണ്ടൂ. അതും കൂടി നനച്ചു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി തീർന്നു. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നേരം. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. ലൈക്ക് അടിച്ചാൽ ഹൈപ്പ് വരും. ഹൈപ്പ് ഉണ്ടാവുക. ഹൈപ്പും കൂടി അടിക്കണം. ലൈക്ക് മാത്രം അടിച്ചാൽ ലൈക്ക് വരെ ആൾ അടിക്കുന്നില്ല. ഞാൻ കണ്ടു ഇന്നലെല്ലാം കുറേ ആൾക്കാരും ലൈക്ക് 10-30 ആൾ കണ്ടിട്ട് നോക്കുമ്പോൾ 5 ലൈക്കാണ് ഉള്ളത്. പിന്നീട് ഞാൻ ഹൈപ്പും അടിക്കുന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥയാക്കല്ല നിങ്ങൾക്ക് അതുകൊണ്ടൊരു നഷ്ടമൊന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ലൈക്കും ഹൈപ്പും അടിക്കണം എന്ന് പറയുന്നത്. ഇന്നത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നൊരു. നന്ദി, നമസ്കാരം, ഗുഡ്.